അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബഹുമാനികളെ, പരിശുദ്ധ റമദാൻ ഷരീഫിൽ ഇനി അവശേഷിക്കുന്നത് ഏതാനും ദിനരാത്രങ്ങൾ മാത്രമാണ്. റമദാൻ എന്ന് പറഞ്ഞാൽ തന്നെ കരിച്ചു കളയുന്നത് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. യർമിലു ദുനൂബ, ദോഷങ്ങളെ കരിച്ചു കളയുന്ന മാസം. റമദാൻ ഷരീഫ് നമ്മുടെ ദോഷങ്ങളൊക്കെ കരിച്ചു കളയുന്നു എന്നതാണ്. അതുകൊണ്ടാണ് പാപമോചനത്തിൻ്റെ മാസമെന്ന് നാം പരിചയപ്പെടുത്തുന്നത്. പാപമോചനം നമുക്ക് ലഭ്യമാകാൻ പല മാർഗങ്ങളുമുണ്ട്. നന്മകൾ ചെയ്യുക, പാപമോചനത്തിന് വേണ്ടി അർത്ഥിക്കുക, ഇസ്തിഗ്ഫാർ ചെയ്യുക, ഇതൊക്കെ പാപമോചനം നമുക്ക് കിട്ടാനുള്ള മാർഗങ്ങളാണ്. എന്നാൽ പാപമോചനത്തിന്റെ വചനങ്ങളിൽ ഒരു നേതാവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. പാപമോചന വചനങ്ങളുടെ നേതാവ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. സയ്യിദുൽ ഇസ്തിഗ്ഫാർ അതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ബുഖാരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, ആരെങ്കിലും ഈ വചനത്തെ പകലിൽ ചൊല്ലിയാൽ, ആ പകലിൽ അവൻ മരണപ്പെടുകയും ചെയ്താൽ അവൻ സ്വർഗാവകാശിയാണെന്ന്. രാത്രിയിലാണ് അവൻ ചൊല്ലുന്നത്, രാത്രിയിൽ അവൻ മരണപ്പെടുകയും ചെയ്തു പ്രഭാതമാകുന്നതിന് മുമ്പ്, എന്നാൽ അവൻ സ്വർഗാവകാശിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുന്നു. അത്രയും മഹത്തായ മനോഹരമായതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നുള്ളത്. ഇത് റമദാൻ ഷരീഫിലെ കാര്യമല്ല, അല്ലാത്തപ്പോഴുമുള്ള കാര്യമാണ്. അപ്പൊ റമദാൻ ഷരീഫിലുള്ള അതിന്റെ മഹത്വം എത്രമാത്രമായിരിക്കും? ദോഷങ്ങൾ പൊറുക്കപ്പെടുന്ന, ദോഷങ്ങളെ കരിച്ചു കളയുന്ന ഈ മാസത്തിൽ ഇസ്തിഗ്ഫാറുകളുടെ നേതാവിനെ നാം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലാൻ ശ്രമിക്കണം. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇസ്തിഗ്ഫാറിന്റെ വചനങ്ങൾ ഇങ്ങനെയാണ്: അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സ്വനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അതിന്റെ അർത്ഥം പറയാം. അല്ലാഹുമ്മ, അല്ലാഹുവേ, അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത, നീയാണ് എൻ്റെ രക്ഷിതാവ്, നീയല്ലാതെ വേറെ ഇലാഹില്ല. ഖലഖ്തനി, നീ എൻ്റെ സൃഷ്ടാവാണ്. വഅന അബ്ദുക, ഞാൻ നിന്റെ അടിമയാണ്. വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു, ഞാൻ നിന്നോട് ചെയ്തിട്ടുള്ള കരാറും നീ എനിക്ക് ചെയ്തേക്കുന്ന വാഗ്ദാനങ്ങളിലുമെല്ലാം ഞാൻ ഉറപ്പുള്ളവനാണ്. വഅന അലാ അഹ്ദിക, ഞാൻ നിന്നോട് ചെയ്യുന്ന കരാറ് പൂർത്തീകരിക്കാൻ സന്നദ്ധനാണ്. അതുപോലെ തന്നെ വഅദിക, നീ എന്നോട് ചെയ്തേക്കുന്ന വാഗ്ദാനങ്ങളിൽ ഞാൻ ഉറപ്പുള്ളവനുമാണ്. മസ്തതഅതു, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഇത് ഞാൻ സൂക്ഷിക്കുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. അഊദു ബിക, നിന്നോട് ഞാൻ കാവൽ തേടുന്നു. മിൻ ശർരി മാ സനഅതു, ഞാൻ ചെയ്തു പോയ ദോഷങ്ങളുടെ ശർറിനെ തൊട്ട് നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു. വഅബൂഉ ലക ബിനിഅമതിക അലയ്യ, നീ എൻ്റെ മേൽ ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെയെല്ലാം, നിഅമത്തുകളെയെല്ലാം നിന്നോട് ഞാൻ സമ്മതിച്ചു പറയുന്നു. അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി, ഞാൻ നിന്നോട് ചെയ്ത ദോഷത്തെയും നിന്നോട് ഞാൻ സമ്മതിച്ചു പറയുന്നു. ഫഗ്ഫിർലി, നീ എനിക്ക് പൊറുത്തുക. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീയല്ലാതെ പൊറുത്തു തരുന്നവൻ ഇല്ലല്ലോ, ദോഷങ്ങൾ മാപ്പാക്കാൻ നീയല്ലാതെ ഇല്ലല്ലോ. ഇതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നുള്ളത്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ ഷരീഫ് കൊണ്ട് വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പാപമോചനം കിട്ടിയവരിൽ അള്ളാഹു തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പരീക്ഷയെ അഭിമുഖീകരിക്കുന്ന നമ്മുടെ മക്കൾക്ക് നല്ല രീതിയിൽ പഠിക്കാനുള്ള ബുദ്ധിയും ഓർമ്മയും നൽകി അവർക്ക് ഉന്നതമായ വിജയം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.